ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിസ്കരിക്കാൻ മടിയുണ്ടല്ലേ? പല ആളുകളും പറയുന്നൊരു കാര്യമാണ്, ഉസ്താദേ നിസ്കരിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്, പക്ഷെ മടിയാണ്. നിസ്കരിക്കാൻ മടിയാണ്, ഖുർആൻ ഓതാൻ മടിയാണ്, നല്ലതിനൊക്കെ ഒരു മടി. ഏത് വിഷയത്തിനും മടി വല്ലാതെ വരുന്നുണ്ട്. മടി മാറാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? സൂറത്തുകളോ ആയത്തുകളോ ദിക്റുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ നമ്മൾ അത്തരം ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല എന്നാണ്. കാരണം നമ്മൾ ദിക്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളോ പറഞ്ഞു കൊടുത്താൽ അതുപോലും ചെയ്യാൻ ചില ആളുകൾക്ക് മടിയാണ്. പിന്നെന്ത് ചെയ്യും? അവിടെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ പറയുന്നത് ചെയ്യാൻ കഴിയുമെങ്കിൽ, ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുമെങ്കിൽ നമുക്ക് മടിയില്ലാതെ നിസ്കരിക്കാനും നോമ്പനുഷ്ഠിക്കാനും ഖുർആൻ ഓതാനും നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനൊക്കെ കഴിയുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല. അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മുകളിൽ 3 ഇസ്മിനെയാണ് ഞാൻ പറയുന്നത്. നമുക്ക് എത്ര എന്ന് കണക്കില്ല, നമുക്കൊരു പ്രത്യേകമായ എണ്ണമില്ല. ഏറ്റവും കുറഞ്ഞത് 100 പ്രാവശ്യമെങ്കിലും ഒരു 100 പ്രാവശ്യമെങ്കിലും നാം ചൊല്ലാൻ ശ്രമിക്കുക. അത് ചൊല്ലേണ്ടത് കിടന്നുറങ്ങുന്നതിൻ്റെ അല്പം മുമ്പാണ്. രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് നിശാനസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങാമല്ലോ, അതിന് മുമ്പ് ഈ 3 ദിക്റുകളും നമ്മൾ 100 പ്രാവശ്യമെങ്കിലും, അതിനേക്കാൾ എത്രത്തോളം വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രയും നമ്മുടെ ജീവിതത്തിൽ ഉന്മേഷവാനായി നമുക്ക് മാറാൻ കഴിയും. അങ്ങനെ നാം ചൊല്ലുകയാണ് വേണ്ടത്. ആ 3 ഇസ്മുകളെ ഞാനൊന്ന് പറയാം, നിങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒന്ന് എഴുതി വെക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. കുറച്ച് കഴിയുമ്പോൾ എന്നോട് വിളിച്ചിട്ട് ഉസ്താദ് ഏതായിരുന്നു അത് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പ്രയാസം വരും. കാരണം 2000-ഓളം വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഓർത്തെടുക്കാൻ ഒരു പക്ഷേ എനിക്ക് പ്രയാസമുണ്ടാവും. അതുകൊണ്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏതാണ് ദിക്റെന്നറിയോ? ഒന്ന് യാ റഖീബു യാ അല്ലാഹ്. യാ റഖീബു യാ അല്ലാഹ് എന്ന ദിക്റാണ്. യാ റഖീബ് യാ അല്ലാഹ്. എല്ലാ ദിവസവും യാ റഖീബ് യാ അല്ലാഹ്, യാ റഖീബ് യാ അല്ലാഹ്, യാ റഖീബ് യാ അല്ലാഹ് എന്നിങ്ങനെ ചൊല്ലുക. 100 പ്രാവശ്യമെങ്കിലും ചൊല്ലണേ. രണ്ടാമത്തത് യാ മുഹയ്യി യാ അല്ലാഹ് എന്നാണ്. യാ മുഹയ്യി യാ അല്ലാഹ്, യാ മുഹയ്യി യാ അല്ലാഹ്, യാ മുഹയ്യി യാ അല്ലാഹ്. ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കും, നിങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാം. യാ മുഹയ്യി യാ അല്ലാഹ്. ഈ ദിക്ർ നമ്മൾ ധാരാളമായി ചൊല്ലുക. മൂന്നാമത്തത് യാ മുമീത്തു യാ അല്ലാഹ് എന്ന ദിക്റാണ്. യാ മുമീത്തു യാ അല്ലാഹ്, യാ മുമീത്തു യാ അല്ലാഹ് എന്നിങ്ങനെ ഈ 3 ദിക്റുകളും ഓരോ ദിക്റും 100 പ്രാവശ്യമെങ്കിലും ചൊല്ലി രണ്ടാമത്തെ ദിക്ർ. അല്ലാതെ യാ റഖീബ് യാ അല്ലാഹ്, യാ മുഹീ യാ അല്ലാഹ്, യാ മുമീത്ത് യാ അല്ലാഹ് എന്നല്ല. ഓരോ ദിക്റുകളും ആദ്യം ഏകദേശം 100 ചൊല്ലിയാണ് നിർത്തുക, എന്ന് രണ്ടാമത്തെ 100 ചൊല്ലുക, മൂന്നാമത്തെ 100 ചൊല്ലുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നാമത്തെ തന്നെ വീണ്ടും ചെല്ലാം, രണ്ടാമത്തെ ചൊല്ലാം, മൂന്നാമത്തെ ചൊല്ലാം. അങ്ങനെ ധാരാളമായി ഈ ദിക്റുകൾ നാം ദിവസവും പതിവാക്കിയാൽ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ മടി മാറിയത് അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അത്തരം മടിയുള്ള ആളുകൾ നിസ്കരിക്കാനും അത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാനൊക്കെ മടി തോന്നുന്നുണ്ടോ? ഏതെല്ലാം നല്ല കാര്യങ്ങൾക്ക് മടി തോന്നുന്നുണ്ടോ? പൈശാചിക പ്രയാസമാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ പ്രയാസങ്ങൾ നീങ്ങാനുള്ളൊരു ദിക്ർ കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മടിയൊക്കെ മാറി നല്ല ഉന്മേഷത്തോടു കൂടി നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.